Assalamualaikum dear friends, welcome back to Shamys Karwald. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മീഡിയം സൈസ് 3 അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ 2 നേന്ത്രപ്പഴം എടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് പഴുത്ത് പോകാൻ പാടില്ല. നമുക്ക് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഴുത്ത പഴം മാത്രം എടുക്കുക. ഇനി ഈ പഴം ഒന്ന് 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ചു കൊടുത്തു. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച പഴം വെച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ ചവ്വരി ഒരു 2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കുക. ഇനി നമ്മുടെ ചവ്വരി വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചവ്വരി കുതിർക്കണമെന്നൊന്നുമില്ല. പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അഥവാ നിങ്ങൾക്ക് മറന്നു പോയാൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ചവ്വരി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഈ ഡിഷിന് നല്ലൊരു ഭംഗിയും കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് വെന്ത് വരണം. ഈ ചവ്വരി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ കുതിർത്തിട്ടാണല്ലോ ചവ്വരി എടുത്തിട്ടുള്ളത്. ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്പാച്ചില ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക് ആണെന്ന്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല, ചൂടിനെ തടുക്കാൻ പറ്റുന്ന സിലിക്കോൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതാ നമ്മുടെ ചവ്വരി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വെക്കാം. നമ്മുടെ ഈ ചവ്വരി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ കുതിർത്തിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് തുറക്കാം. പഴം പുഴുങ്ങിയതിന്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ചൂടോട് കൂടി തന്നെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. നമുക്ക് ഓരോ പഴവും കുത്തിയെടുക്കാം. എന്തായാലും നമ്മൾ പഴം ഉടച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ചൂടോടെ നിങ്ങൾ ഒരിക്കലും പഴം എടുക്കരുത്, കൈ പൊള്ളി പോവും. പഴമെല്ലാം എന്താ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മള് ചൂടോടുകൂടിയാണ് ഇത് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ ചൂടോടുകൂടി തന്നെ പഴം എടുക്കണം. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി ഒരു മാഷർ ഉണ്ട്. നന്നായിട്ട് നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. മാഷർ ഇല്ലാന്നെങ്കിൽ നമ്മള് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന ഈ ചെറിയൊരു കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും നല്ലോണം നമുക്ക് കട്ടയൊന്നുമില്ല, അത് ഉടഞ്ഞു കിട്ടണം നമുക്ക്. അപ്പൊ നന്നായിട്ട് ഇത് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പഴം നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മധുരം ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഇടുമ്പോൾ കുറച്ചൊന്ന് ലൂസ് ആവും നമുക്ക്. അപ്പൊ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചൂട് പഴത്തിൽ തന്നെ നമ്മുടെ ഈ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന പൊടി എപ്പോഴും തരിയൊന്നും ഇല്ലാത്ത പുട്ടിന്റെ പൊടി എടുക്കാൻ പാടില്ല. ഇടിയപ്പം, അപ്പം, പത്തിരി അങ്ങനത്തെ പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ ഈ മാവും ഈ പഴവും കൂടെ നല്ലോണം ടൈറ്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി കൈ വെച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ചൂടാണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. നല്ലോണം ടൈറ്റ് ചെയ്ത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുഴഞ്ഞു കിട്ടണം. നമുക്ക് കയ്യില് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം കുഴച്ചെടുത്താലും മതി. പഴത്തിന്റെ ചൂടിൽ തന്നെ നമുക്ക് ഈ മാവ് കുഴഞ്ഞു കിട്ടണം. അപ്പൊ നന്നായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ആക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് നെയ്യൊന്ന് കയ്യിൽ തടവിയിട്ടുണ്ട്.
അപ്പോൾ അതൊന്ന് ഈ മാവിലോട്ട് ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ. കുറച്ച് മാവെടുക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. ഒട്ടും സ്ക്രാച്ച് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിൽ നെയ്യ് തടവുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒന്ന് മുക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ മാവ് ഒന്ന് കുറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, ഞാൻ നേരത്തെ എടുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കലക്കി മാറ്റി വയ്ക്കാം. അപ്പൊ ഞാൻ എന്താ കട്ടയൊന്നും ഇല്ലാതെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലോട്ട് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പശു പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ടോട്ടൽ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് പാലാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പൊ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു റെസിപ്പി ഞാൻ വേറെ ശർക്കര വെച്ചിട്ട് വേറൊരു മോഡലിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണത്. പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ബോൾസ് ഉരുട്ടി മാറ്റി വെച്ച ബോൾസ് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴത്തിന്റെ മിക്സ് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്ത് വേണം ഉരുട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഈ പാല് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് വേണം നല്ലോണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അധികം ഒന്നും ഇളക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. അപ്പൊ ഓൾറെഡി ഇത് വെന്തിട്ടുള്ളതാണ്. എന്നാൽ കൂടി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വെന്ത് കിട്ടണം. അപ്പൊ പാലെല്ലാം ആ ബോൾസിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പൊ കുട്ടികൾ പോലും അറിയില്ല ഇത് പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര നല്ല ടേസ്റ്റാണ്. ആ പഴത്തിന്റെ ആ കുത്തലോ ആ പാലിന്റെ ആ ടേസ്റ്റ് ഒന്നും വരത്തില്ല. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതുപോലെയൊക്കെ നമുക്ക് കൊച്ചു മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും. നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് തിളച്ച് വരണം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശു പാലിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ചും ചെയ്യാം. പക്ഷെ കൂടുതൽ ഗുണമേന്മ നമ്മുടെ പശു പാലിനാണല്ലോ. അപ്പോൾ അതുമല്ല, നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് നമുക്ക് പശു പാലാണ്. അപ്പോൾ തേങ്ങ എടുത്ത് അതിന് പാലൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അത് മാത്രമല്ല ആരോഗ്യത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച നമ്മളെ ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി കുറുക്കി മാറ്റി വെച്ചത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളത് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാഷ്യൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം.
ഒരു 4 ബദാം ഞാൻ ചെറുതായിട്ട് മുറിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ചേർക്കണമെന്ന് ഏതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാം, കഴിയാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. റോസ്റ്റ് ചെയ്ത മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ കോരി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്ര നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ കമന്റിലോട്ട് അറിയിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല പലഹാരങ്ങൾക്ക് വേണ്ടി ഷമീസ് കറികൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്